നമസ്കാരം ഉണ്ടാളിയാ. പോലീസായിരുന്നു. ഞാൻ അനുസരണമുള്ളവനാണ്. സത്യം അല്ല, ഞാൻ പാവമാണ് സാർ. പാവമാണെന്ന് താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്. ഇവൻ പറയുന്നത് പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടുവന്നത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. നിനക്ക് സദ്യ ഉണ്ടാൻ വേണ്ടി ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാ സാർ. കഴിവേറുള്ള മോനെ, നീ പ്രധാനമന്ത്രി നാറ്റിച്ചേ പോവുള്ളൂ. സാർ, CI ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ. ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ, ഓവർ. ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ, ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യണം സാർ. മന്ത്രിയുടെ കാറിന്റെ 2 ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ. അല്ലെങ്കിൽ മൂക്കിലേക്ക് 2 പഞ്ഞി കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ, ഓവർ. സാറ് പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണം. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല. ഏത് സിസേറിയൻ? എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ട് സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നുന്നത്. ഒന്ന് സഹായിക്കണോ? കൈകൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെപ്റ്റിക് ആവണ്ടെന്ന് കരുതി തളിക്കോ. പെട്രോള് മേടിച്ച് കുളിക്കാം. കോൺവോയ് പോയി. ഭാഗ്യത്തിന് നിക്കറുണ്ട്. എടാ, നിനക്കറിയോ, ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പയ്യന്റെ പേര് വിളിച്ചു. എന്ത് ഐശ്വര്യമുള്ള പേര്! ഉൽപ്പലാക്ഷ പുണ്ടരീകാക്ഷ മാർക്കണ്ഡേയാന്ന്. എന്റെ അച്ഛന് ഈ പേരെ കിട്ടിയുള്ളാടെ എനിക്കിടായി. ചുമ്മാതല്ല അയാളെ നാട്ടുകാരെ വളങ്കടി മാധവാന്ന് വിളിക്കുന്നത്. എടാ, ഉൽപ്പലാക്ഷൻ പുണ്ടരീകാക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ഡേയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ, എവിടൊക്കെയോ ഭജന ഇരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ, നല്ലൊരു അച്ഛനായിരുന്നെങ്കിൽ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചനെ. എടാ, നിനക്കറിയോ, 7ാം ക്ലാസ്സിൽ 6ാമത് തവണ ഞാൻ തോറ്റുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ 2ാം കല്യാണത്തിന് ഞാൻ പോയത്. എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗം പറഞ്ഞിട്ടുള്ളൂ. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചതാ അത്ര അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്ത് നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു പരസ്യം. എടാ, പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രി കടയിൽ ഒന്ന് കയറണം. പുതിയത് നോക്കി ഒരു 4-5 കിലോ പഴയ പത്രം എനിക്ക് വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നാരും കണ്ടു. എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. TV ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും കണ്ടിട്ടില്ല. മതി, വാ, ഷാപ്പ് പൂട്ടാറായി. 190. ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട, കൽക്കരിന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേരോ ശിശുപാലൻ. അവന്റെ തന്തയാടാ തന്ത. നീ, ഞാൻ കൈ കഴുകിയിട്ട് വണ്ടി എടുക്കാം, നീ കയറ്. എക്സ്ക്യൂസ് മീ, അനിയനിങ് വന്ന്. അനിയന്റെ പേരെന്താ? ആറുമുഖം. ഒറ്റ ഇടിയോ വെച്ച് തരും. എടാ, ഒരു മുഖം തേച്ചോണ്ടോടാ എനക്ക് അറുമുഖം. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ BAക്ക് പോവാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ. സ്ത്രീധനം എത്ര കൂടിയാലും എനിക്കൊരു പരാതിയുമില്ല. മതി, ഇതിലവള് വീഴും. രാവിലെ തന്നെ കവിത എഴുതി തുടങ്ങിയോ? ഓ, പരിഹാസം മനസ്സിലായി. പുറനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പ് മുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പുറനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും പിന്നെ എന്റെ കുഴപ്പം കണ്ട. ജാതകപ്രകാരം 20ാമത്തെ വയസ്സിൽ നിനക്കൊരു മംഗല്യോഗം ഉണ്ടായിരുന്നു. അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛന് കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായി പോയില്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയാണ്. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കിടന്നില്ലല്ലോ. എനിക്കെന്ത് കേട്? എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചു തരാം.
പിന്നെ പറമ്പി പണിക്കാരെത്തി. പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ ഈ പോട്ടടിയെങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയൊന്നും കേൾക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റുകാരൊന്ന് ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ? അടക്കടാ, അച്ഛൻ കേക്കണ്ട. തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കൊന്ന് നീട്ടിക്കേ. നിങ്ങളുടെ വാക്യത്തത്ര നാക്കേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശം പോയി. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് വാ. എടാ, അച്ഛന് 3-4 പേരുമായിട്ട് ഭയങ്കര തർക്കം. എവിടെ? ഡിപ്പോയില്. ഓരോരുത്തന്മാര് ശരീരത്തിന്റെ പല ഭാഗത്തായി 10-150 ഇഡലി ഫിറ്റ് ചെയ്തോണ്ടാ നിക്കുന്നത്. എടാ, മസിൽ അടിച്ച് പെരുക്കിയേക്കുന്നെന്ന് കണ്ടാ ഗുണ്ടകളെ പോലുണ്ട്. നീ ഇത്രയും ധൃതി വെച്ച് അങ്ങോട്ട് പോകാതെ. എടാ അച്ഛൻ, എടാ, ആദ്യത്തെ 2 അച്ഛനിട്ട് കിട്ടട്ടെ. എനിക്ക് സാധിക്കാത്തതാ, നിനക്കറിയോ? നീ അങ്ങോട്ട് എവിടെ പോ? നീ പേടിക്കണ്ടെന്ന്. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. ഇങ്ങോട്ടല്ല, ഇത് ശ്യാമളയുടെ വീട്ടിൽ പോണ വഴിയല്ലേ? അതെങ്കിൽ അത് വാ. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ അത്ര വെയിറ്റ് ഇല്ലല്ലോ ഇത്. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചോന്നോണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്തുപലാക്ഷൻ. യാത് തന്റെയുടെ എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്തുപലാക്ഷൻ വൈകുണ്ഠത്തിലെത്തിയടാ. ഞാൻ ഉൽപ്പലാക്ഷനാണ്. എന്നെ അകത്തേക്ക് കയറ്റി വിടാ. സത്യം പറ, സാറ് 2 പേരല്ലേ? ഇനി ഇടിക്കരുത് സാർ. ഇനി എന്നെ ഇടിച്ച് എന്റെ മുഖകാന്തി മാറ്റുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണനെ ഒന്ന് വിളിക്കണം പ്ലീസ് സാർ. ഇല്ലെങ്കിൽ അവന് പോലും എന്നെ മനസ്സിലായില്ലെന്ന് വരും. അതെ, 10-250 കിലോമീറ്റർ ബസ്സിന് സീറ്റ് കിട്ടാതെ ഒറ്റക്കാലിൽ നിന്ന് വന്നവനാണ് ഞാൻ. ഉണ്ണികൃഷ്ണ, ഞാൻ വന്നടാ, ഇറങ്ങി വാടാ. ഇനി ആ കുന്ത്രാണ്ട താൻ തന്നെ കൈ വെച്ചോണ്ടാ മതി. എന്ത് നിസ്സാര കാര്യം ഉണ്ടെങ്കിലും അപ്പ വിളിച്ചോളൂ ആ സെക്യൂരിറ്റി. ഞാൻ വരട്ടേടോ. ഓക്കെ. ഇരിക്കടോ. എന്താ തന്റെ മുഖത്തൊരു വല്ലായ്മ? അതല്ല സാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോന്ന്? നമുക്കിവിടെ ഒരു സഹായിയുടെ കൂടെ കുറവില്ലേന്ന്. എന്തിന്? എനിക്കൊരു ചങ്ങാതിയുണ്ട്, പാവ, നല്ലവനാ, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവനെയും കൂടെ ഇങ്ങോട്ട്. നോ, ഒൺലി യു ആൻഡ് മീ. നമുക്കിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. മനസ്സിലായോ? എന്തോന്ന്? യു മീനും കഴുത്തിയത് വിട്. വണ്ടിയെല്ലാം തലതിരിഞ്ഞ പോണ്. അവനെ വിടാൻ. യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. താമിട് എന്നപ്പടി പോ. ഈ സ്വീകരണമല്ല നീ നീ ഏർപ്പാടാക്കി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഹായ്, ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ? കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാട്. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴി കുത്തി എന്നെ അവിടെ ഇട്ട് മൂടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമാ തിയേറ്റർ ഉണ്ടല്ലേ? ദേ ബെല്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് അകത്ത് വിശ്രമിക്കാം. നീ പോടാ. എടാ, നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കർട്ടന്റെ പിന്നിൽ ഒളിക്ക്. മറച്ചോ, നിന്ന് മറച്ചോ. അത് ഞാൻ തരില്ല. പെട്ടിയെടുത്ത് കളയരുത്. അതിനകത്ത് വിലപിടിപ്പുള്ള ജാട്ടിയിരിക്കുകയാണ്. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 വാങ്ങിച്ചതാ. കൃഷ്ണ, ദാ വരുന്നു. നീ ഇത് എവിടെയായിരുന്നു കൃഷ്ണ? അല്ല, അത് വീട്ടിനകത്തോട്ടൊരു ചാവാലിപ്പട്ടി കയറാൻ നോക്കിയിട്ട് ഞാൻ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മായിയുടെ. നീ ഈ ബട്ടൺസ് ഒന്നിട്ടേ. എടാ, മറഞ്ഞു നിൽക്കാൻ. എന്താ ഒരു ശബ്ദം? കൃഷ്ണ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ആരുമില്ല. എല്ലാ പുല്ലും തട്ടി കമത്തി.
അല്ലേ ഞാൻ ചോദിക്കാം ആരാ അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ നീ മാറിക്ക്. ആരടാ ആരാന്നാ ചോദിച്ചത്? തോക്ക് ഇതാക്കി മാറിക്ക്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. അയ്യോ ബെസ്റ്റ്. സോറി സാർ. കൃഷ്ണ നീ മാറിക്ക്. കൊല്ലരുത് സാർ. കൃഷ്ണ നീ മാറിക്ക്. ആരാ ഇത്? സാർ വേണ്ട. കൃഷ്ണ മാറിക്ക്. കൃഷ്ണ വേണ്ട സാർ വേണ്ട. എടാ ദുഷ്ട, നീയായിരുന്നോ? എടാ സാറിന്റെ നഖം വെട്ടാനും ഷേവ് ചെയ്യാനും ഷേവ് ചെയ്യാൻ തരിച്ച് ചെയ്തോളാം. അല്ല തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരി തന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. എടാ കൃഷ്ണ, എടാന്നു അടിച്ചടിച്ച് നിന്നെ കൊണ്ടുവിടും. കൃഷ്ണ മതി. എടോ തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാന്നാ വെച്ചപ്പാ. താനിപ്പോ ഒന്ന് ഒഴിവായാ മതി. പോടോ. അല്ല, അങ്ങനെ അവനെ വിട്ടാ പറ്റത്തില്ല സാർ. ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാ പണി എടുത്തിട്ട്. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. ഇവന്റെ ലക്ഷണം കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല. നീ ഒന്ന് ഒഴിവായിത്താടാ. പോടാ. ഒന്ന് ഇറങ്ങി പോടാ ക്നാപ്പാ. എന്റെ കൃഷ്ണ. അല്ല സാർ, ഓരോ മാരണങ്ങൾ വന്ന് കേറുന്നതേ. കൃഷ്ണന് അത്ഭുതം തോന്നുന്നുണ്ടാവും എന്നെ പോലെ അവശനായ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്തുകൊണ്ടാണെന്ന്. കൃഷ്ണ അറിയാമോ, 22 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഗ്രാമത്തിൽ നാട്ടി ഓടിക്കപ്പെട്ടവനാണ് ഞാൻ. അന്ന് ഞങ്ങളുടെ ചെറിയ കുടിലിന്റെ എതിർവശത്തായിരുന്നു പ്രശസ്തമായ മള്ളുവർ ഇല്ലം. അവിടുത്തെ ഇളയ തലമുറക്കാരി സാവിത്രിയുമായി ഞാൻ അടുപ്പത്തിലായി. അടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും. ബാക്കിയെല്ലാം പതിവ് കഥ പോലെ. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു. എന്നെ വകവരുത്താൻ ഒരു സംഘം തന്നെ രൂപം കൊണ്ടു. നിക്കക്കളിയില്ലാതെ എനിക്ക് നാട് വിടേണ്ടി വന്നു. മദ്രാസ്, അവിടുന്ന് സിംഗപ്പൂർ. നാട്ടിലെ ഒരു സുഹൃത്ത് ഈശ്വരൻ നമ്പൂരി സാവിത്രിയുടെ വിവരങ്ങൾ അപ്പപ്പ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്ന വിവരമാണ് ഈശ്വരൻ നമ്പൂരി അവസാനമായി എന്നെ അറിയിച്ചത്. പിന്നീടെന്തോ കത്തടപാടുകളൊന്നും ഉണ്ടായില്ല. കാലം എല്ലാം മറക്കാൻ പഠിപ്പിച്ചു. പിന്നെ അമേരിക്കയിലെത്തി. സമ്പത്തിന്റെ പുറകെയായി ഓട്ടം. ബിസിനസ്സിൽ സ്വന്തം പാർട്ട്നേഴ്സ് തന്നെ എന്നെ ഇല്ലാതാക്കാൻ നോക്കി. ഈ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും ജീവനോടെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഒടുവിൽ ഈ സെറ്റിയിലെത്തി. കിടക്കാൻ ഒരിടം വേണം. വീട് വാങ്ങി. ഇനി എനിക്ക് വേണ്ടത് എന്റെ സാവിത്രിയും മോളയുമാണ്. പല വഴിക്ക് ഞാൻ അന്വേഷിച്ചു. നാമാവിശേഷമായെങ്കിലും മന ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പോഴും അവിടെയുണ്ട്. അവശേഷിക്കുന്നവർക്കാർക്കും മോള് സാവിത്രി എവിടെയുണ്ടെന്ന് അറിയില്ല. എനിക്ക് തെറ്റ് തിരുത്തണം. ചെയ്ത തെറ്റിന് പരിഹാരം കാണണം. എന്റെ സാവിത്രിയും മോളെയും എനിക്ക് തിരിച്ചു വേണം. അവരെ കണ്ടുപിടിക്കാൻ വിശ്വസ്തനായ ഒരാൾ എനിക്ക് വേണം. നീയാണ് ഞാൻ കണ്ടുപിടിച്ച ആ വിശ്വസ്തൻ. കൃഷ്ണൻ എനിക്ക് വാക്ക് തരണം. അവരെ കണ്ടുപിടിച്ച് തരുമോ? എന്താ തനിക്ക് ബുദ്ധിമുട്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. സാറിന് വേണ്ടി സന്തോഷമേ ഉള്ളൂ. അവരെവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അയ്യോ എന്റെ തല പോയി. എടാ ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാത്ത പരമച്ചെറ്റ്. എടാ ഞാൻ തന്ന അഡ്രസ് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട സീറ്റിലിരുന്നിട്ട് നീ എന്നെ വെറും ചാവാലെ പട്ടിയാക്കി. വിടില്ലടാ നിന്റെ ഞാൻ. ആദ്യം നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, എന്നിട്ട് മതി കളരി. ഞാൻ നിന്ന് തരാം. എന്നാ കേട്ടോടാ തെണ്ടി. എടാ ഞാൻ ഇവിടെ വരുമ്പോ എന്നെ സ്വീകരിച്ച് ആനയിച്ച് ആ ഗണപതി സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ കാല് തൊട്ട് വണങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമോ സാറ് ഞാനിവിടെ എത്തിയത്. അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുയർത്തി ഞെളിഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ആ എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതും പോരാ എന്നെ നീ തൂമ്പാപ്പണി എടുപ്പിക്കല്ലടാ. ഇനി നിന്ന് ആടാ, നിന്നെ മനസ്സ് നിറയെ തല്ലട്ടെ. പറയാനുള്ളത് പറഞ്ഞു തീർന്നല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്റെ കാര്യം സാറിനോട് പറഞ്ഞതാ. വേറൊരു ജീവി ഈ വീട്ടിൽ വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പതുക്കെ സാവധാനത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു എന്റെ പരിപാടി. അതിനിടയ്ക്ക് കർട്ടന്റെ പിന്നിൽ മര്യാദയ്ക്ക് നിൽക്കാതെ കുന്തം അറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് പിന്നെ ഞാൻ അയാളുടെ തോക്കിന്റെ വെടികൊണ്ട് നീ മരിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പലതും പറയേണ്ടി വന്നു, ചെയ്യേണ്ടിയും വന്നു. ഇനി നിനക്ക് എന്നെ തല്ലുക കൊല്ലുക എന്താ വെച്ചാ ചെയ്യാം. തല്ലില്ല. എനിക്കറിയാടാ നിന്റെ സ്നേഹം. എടാ തടി നൊന്ത വിഷമത്തിൽ ഞാനങ്ങനെ പറഞ്ഞു പോയാണ്. എന്നെ നിനക്കറിഞ്ഞൂടെ? കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരേ പാത്രത്തിലുണ്ട്.
മുഖത്തോട് മുഖം നോക്കി പറമ്പിൽ വിളിക്കരുതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അന്ന് നിനക്കായിരുന്നു പൊക്കം കൂടുതല്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പടക്കം മാറിയില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ എന്നെ തിരിച്ചു ചെല്ലിക്കോ. എടാ അടിക്കരുത്, തമാശ പറഞ്ഞാണ്. ഞാൻ ഒരു പാവം. എടാ അതല്ല, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ? സാർ അല്പം വീക്കാണ്. മനസ്സിനാണ് അസുഖം. ഭാര്യയും മകളുടെയും കാര്യം കൊണ്ട് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. പണം കൊണ്ട് മാത്രം എന്ത് കാര്യം? മനസ്സുഖം വേണോടോ. അദ്ദേഹത്തെ ഓരോ തവണ കാണുമ്പോഴും സത്യത്തിൽ എനിക്ക് വലിയ സങ്കട. ആ, എവിടം വരെ ആയി അന്വേഷണം? ആഴ്ച 2 ആയല്ലോ തുടങ്ങിയിട്ട്. പല വഴിക്കും നടത്തുന്നുണ്ട്. കണ്ടുകിട്ടിയാ നന്ന്. മരുന്നുകൊണ്ടൊക്കെ ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ടോ? എന്തായാലും 10-20 വർഷം കൊണ്ട് കാണാത്ത ഭാര്യ മോളെ കണ്ടിട്ട് ചാകാന്നുള്ള അങ്ങരുടെ ഭൂതി നടക്കുമെന്ന് എനിക്ക് ആദായം തോന്നുന്നില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതെ. എങ്ങനെ പറയാതിരിക്കും? ഗണപതി സാറിന്റെ സ്വന്തം കൂട്ടുകാരനെ വരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തോരം നമ്മൾ അലഞ്ഞതാ. അങ്ങരുടെ പേര് എന്ത് നമ്പ്യാതിരി? നമ്പ്യാതിരി അല്ല, പിന്നെ നമ്പൂതിരി. ഈശ്വരൻ നമ്പൂതിരി. എടാ, ഐഡിയ. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? ഗണപതി സാറ് ഭാര്യ മകളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ സാർ കുറെ പയറ്റി നോക്കിയതാ. അതിന്റെ പേരിൽ കുറെ കാശ് പോയതെന്ന് വെച്ചാ. അപ്പൊ ആ വഴി അടഞ്ഞു. ഞാൻ നോക്കിയിട്ടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഒരമ്മയും മോളെ സംഘടിപ്പിച്ചു കൊടുക്കും. അതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കറങ്ങി നടന്നത്. ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. എടാ, ഞാൻ ഉദ്ദേശിച്ചതേ ഒരമ്മയും മോളെയും സെറ്റപ്പ് ആക്കി കൊടുക്കുക. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഓ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ മന്ദബുദ്ധി. എന്ത്? എടാ, പിന്നെ പണ്ട് അങ്ങേരക്ക് ആ സ്ത്രീയെ നല്ല രീതിയിൽ അറിയാന്നുള്ളതുകൊണ്ടല്ലേ അതിലൊരു കുഞ്ഞുണ്ടായത്. ഇനി വേറൊരു സ്ത്രീയെ ഭാര്യ വേഷം കെട്ടിച്ച് അങ്ങേരെ അടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിശ്വസിക്കോ? എന്നാ അമ്മ വേണ്ട, മോള് മതി. കറക്റ്റ്. അമ്മ ചിക്കൻ കുനിയ വന്ന് ചത്തുപോയി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു മോളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ അസുഖം എല്ലാം ഭേദമാവും. പിന്നെ അതിനുവേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ ചെറിയ കള്ളത്തരം അത് ദൈവം പൊറുക്കൂടാ. പക്ഷെ അങ്ങനെ ഒരു മോളെ എവിടുന്ന് കിട്ടും? അതൊരു പ്രശ്നമേ അല്ല. ഇങ്ങോട്ട് നോക്കെ, ഞാനുണ്ടാ, ഞാൻ റെഡി ആക്കും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ. വെള്ളം. അതിനാണോ നീ കിടന്ന് കീറി പൊളിച്ചത്? ഞാൻ കുടിച്ചിട്ട് വരട്ടെ. നീ തണുപ്പ് വേണ്ട, ഞാൻ കോള കുടിക്കാം. ഒടുക്കത്തെ തലവേദനയ്ക്ക് ഒരു കടിഞ്ചായ കുടിക്കാന്ന് വെച്ചപ്പോ നീ അത് തുപ്പിയും കളഞ്ഞു. തണുത്താണെന്ന് നോക്കട്ടെ. ആ, തണുത്ത് തരാം. എടാ, നീ അറിഞ്ഞ തേടിയ കാല് വള്ളി ചുറ്റി. എടാ, ആ ഗണപതി സാറിന്റെ മകളാകാൻ പറ്റിയ ഒരെണ്ണത്തിന് ഞാൻ പോക്കി. അതേടാ, കണ്ടാ ഗണപതി സാറിന്റെ മകളല്ലാന്ന് ഒരു കണ്ണുമുട്ടനും പറയില്ല. എന്നിട്ട് എവിടെ? എടാ, താഴെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. പോയാ? എവിടുന്ന് കിട്ടി? ഞാൻ കുഴിച്ചെടുത്ത്. എടാ, അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആളെങ്ങനെയുണ്ട്? ബാക്കി നോക്കേ, ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല. ഗണപതി സാറിന്റെ മോളെന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. അല്ലാതെ നീ. ഞാൻ വിചാരിച്ചു. എന്നാലും ആ നല്ല മനുഷ്യന് നീ ഇപ്പൊ ചെയ്ത ഈ ഉപകാരം ഉണ്ടല്ലോ, ദൈവം നിനക്ക് കൂലി തരും. താങ്ക് യു. അപ്പോ സാറിനോട് പറയാലോ? പറയാം. എടാ, ഇനി സാറിന് കണ്ടിഷ്ടപ്പെട്ട് മോളായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോ എവള് നമ്മുടെ അടുത്ത് മുട കാണിക്കൂ? ഇതൊരു പാവ കന്യാസ്ത്രീ അല്ലേ? നീ കന്യാസ്ത്രീയാണോ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? കന്യാസ്ത്രീ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഹങ്കാരവും ജാടയും കുഴിത്തുരുമ്പൊന്നും ഇല്ലാത്ത ഒരു പാവം കന്യകയായ സ്ത്രീ എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാ ഇനിയിപ്പോ വൈകിക്കാണ്ട് നീ എവിടെങ്കിലും മാറി നിൽക്കും. ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട് എങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് അവളെ ഇവിടെ കൊണ്ടുവരാമെങ്കിൽ ഈ വിവരം ഞാൻ തന്നെ സാറിനോട് പോയി പറയാം. നീ പോയി പറയാനോ? എടാ, നിന്നെ ഇവിടെ കണ്ടാലുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് മണിയടിച്ചപ്പോ ഞാനല്ലേ ചൂടുവെള്ളമായിട്ട് പുള്ളിയുടെ അടുത്ത് പോയത്. അപ്പൊ അയാള് പച്ചയ്ക്ക് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, നിന്നോടൊപ്പം ഉള്ള ഒളിച്ച താമസമൊക്കെ സുഖം തന്നെ അല്ലേന്ന്. ഞാൻ അവിടെ ഒന്ന് ഒരേ ചിരി. എന്നാലും ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോയി പറയുന്നതിന്റെ ശരി. എന്നിട്ട് വേണം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നിനക്ക് തട്ടിയെടുക്കാൻ. മോനെ, പോപ്പിനെ നീ കുർബാന ഓതാൻ പഠിപ്പിക്കല്ലേ. ഞാൻ തന്നെ പോവും. അവിടെ പോക്കുണ്ട്. അയ്യോ, പേടി, എനിക്ക് പേടിയാ. എന്നാലും പോവും. ഹായ് കുട്ടി, അവിടെ നിൽക്കേ.
നീയാണോ ഇവിടെ മോളായിട്ട്? പാവം കുട്ടി ജനിച്ച നാൾ മുതൽ അച്ഛനെ തേടിയുള്ള അലച്ചിലായിരുന്നു. അതാ ഈ ക്ഷീണം. കഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ ഒരുപാട് കരയും ചെയ്തു. ഞാനിപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉരുട്ടട്ടെ? ഏറ്റില്ല. നീ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാ മതി. പൊളിഞ്ഞടി ഭയങ്കരി. നീ മോളാണെന്നുള്ള കാര്യം സാർ വിശ്വസിച്ചിട്ടില്ല. എടി, എന്താടി നീ വിചാരിച്ചത്? നിന്റെ മറ്റേ തൊഴിലിനുള്ള ഏരിയാണിതെന്നോ? ശരിക്കും നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടായിരുന്നോ? അവളോട് തന്നെ ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. പിന്നെ ഉദ്യോഗം എന്താണെന്നും കൂടെ ചോദിച്ചോണം. എന്റെ ദൈവമേ. അയ്യോ, അതെ, ഇവിടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനം ഉള്ളതാ. നീ ഇവിടെ തന്നെ കാണണം. ഞാൻ വന്നിട്ട് 100ലേക്ക് വിളിക്കാം. 100 എന്ന് പറയുന്ന ഫയർഫോഴ്സിന്റെ നമ്പറില്ലേ? കുട്ടി, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ബെല്ലടി കേട്ടു. ശരിയാ, ആ ബെല്ലടി ഞാനും കേട്ടു.